അപ്പൊ ഇന്നൊരു വൈകുന്നേരം കേട്ടോ. ഞാൻ വൈകുന്നേരം നേരെ ചെന്ന് മുറ്റത്തെ വാല് തുറന്ന് മുറ്റത്തെ ലൈറ്റ് ഇടുന്നുണ്ടേ. മുറ്റത്തെ ലൈറ്റ് ഒരു മഹരിബ് ടൈം ആകുമ്പോഴാട്ടോ നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ ഒരു സന്ധ്യ ടൈമൊക്കെ ആയിട്ടുണ്ട്, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ അലക്കിയ തുണി കുറച്ചധികം ഉണ്ടായിരുന്നു. അത് കൈയോടെ അങ്ങോട്ട് മടക്കി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിരിയൊക്കെ നീക്കി ഇടുന്നുണ്ട് കേട്ടോ. കൊതുകിന്റെ ശല്യം ഒരു 1.5 ശല്യം ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കൊതുക് കയറുമെന്ന് ഓർത്തിട്ടാണ് എല്ലാ വാതിലും ജനലൊക്കെ പൂട്ടുന്നത്. തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടോ വന്നത്. ചെറിയൊരു പണിയുണ്ട്, കക്കറിച്ച് ഒന്ന് ഒലത്തണം. അപ്പൊ ഇതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടിച്ചമുളക് ഇങ്ങനെ ആക്കി വെക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് എടുത്ത് വേഗം എളുപ്പമാട്ടോ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇടിച്ചമുളക് നല്ലോണം ഒന്ന് ചാലിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഒത്തിരി തണുപ്പായിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുപ്പാറി വന്നപ്പോഴത്തേക്കും കക്കറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറുമസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാവേ. ഇനിയിപ്പോ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കക്കറിച്ചി ഈ വേവണ ടൈമിന് നല്ല മുരിഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കഷ്ണം തക്കാളിയും കൂടി ഇടണം. ഇവിടെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ അത് അടുപ്പത്തോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കാക്ക മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്നും രണ്ടൊക്കെ കടിച്ച് ഇങ്ങനെ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചോക്ലേറ്റ്. അതുകൊണ്ട് തന്നെ കാക്ക ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചായപ്പൊടി എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. ഈ ചായപ്പൊടി കഴിഞ്ഞിട്ടാണ് ഞാൻ ചായപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലെനിക്കൊരു ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ഒരു കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമൊക്കെ അടങ്ങിയൊരു ചോക്ലേറ്റ് ഉണ്ട്. അതാണ് ഞാൻ കഴിച്ചത്. ബാക്കി അങ്ങോട്ട് കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് മൈനൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഐനൂസ് നല്ല ഉറക്കത്തിലാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. കക്കറിച്ചും ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ രാവിലത്തെ ഉണ്ടാക്കിയ കപ്പ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കട്ടൻ ചായയും കപ്പയും നല്ല കക്കറിച്ചി വറുത്തതും കൂടി കേട്ടോ കഴിക്കുന്നത് വൈകുന്നേരത്തേക്ക് ചായക്ക്. എനിക്ക് കട്ടൻ ചായന്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ല, ടി വിയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സിനിമ കാണിക്കുന്നുണ്ട്. RDS ആണ്. ചായ അങ്ങനെ ഞാൻ നിലത്തോട്ട് വെക്കാതെ വിചാരിച്ചു. കൈ കൊണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ ആകെ എനിക്ക് പണിയാവും. അങ്ങനെ ആ സിനിമയും കണ്ട് കക്കറിച്ചിയും അതുപോലെ തന്നെ എന്താ പറയുക കപ്പയും കൂടെ കഴിച്ച് ഞാനിതാ നല്ല വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ